നമസ്കാരം. ദുരന്തഭൂമിയിലെ രക്ഷകൻ ആരാണ് രഞ്ജിത്ത് ഇസ്രായേൽ? ഷിരൂർ മണ്ണിടിച്ചിലിൽ ഉറ്റുനോക്കുന്നത് ഈ മലയാളിയെ. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാൻ ഓടിയെത്തുന്ന ഒരാൾ. ഉത്തര കന്നഡ ജില്ലയിലെ ഷിരൂരിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ മലയാളി ഡ്രൈവർ അർജുനെ രക്ഷിക്കാനുള്ള ദൗത്യത്തിൽ പ്രതീക്ഷയുടെ പ്രതീകമായി മാറുകയാണ് രഞ്ജിത്ത് ഇസ്രായേൽ. ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന ഈ ദുരന്തഭൂമിയിലെ രക്ഷകൻ തന്റെ അസാധാരണമായ ധൈര്യവും സേവനബോധവും കൊണ്ട് എല്ലാവരെയും വിസ്മയിപ്പിക്കുകയാണ്. രക്ഷാപ്രവർത്തനത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത രഞ്ജിത്തിന്റെ കരുതലും തന്ത്രവും ഈ ദുഷ്കരമായ സാഹചര്യത്തിൽ പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകുന്നു. തിരയൽ ദൗത്യം ഊർജിതമാക്കുകയും സഹായ സംഘടനകളെ ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതിൽ അദ്ദേഹം മുൻകൈയെടുക്കുന്നു. രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ആപത്ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാനായി ഓടിയെത്തുന്ന മലയാളി. ഈ സൂപ്പർമാൻ സാധാരണക്കാരനാണ്, പക്ഷേ ദുരന്തങ്ങളിൽപ്പെട്ട് ജീവൻ അപകടത്തിലാകുമ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി ഓടിയെത്തുന്ന അസാധാരണമായ മനസ്സുള്ള വ്യക്തിയാണ്. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിച്ച രഞ്ജിത്ത് പ്രായപരിധി കാരണം അവസരം നഷ്ടപ്പെട്ടു. സൈനിക സ്വപ്നങ്ങൾ തകർത്തത് 21-ാം വയസ്സിൽ തലച്ചോറിനെ ബാധിച്ച ഗുരുതര രോഗമായിരുന്നു. പിന്നീട് അസുഖം ഭേദമായപ്പോഴും പ്രായം അതിക്രമിച്ചു. പക്ഷേ സേവനമെന്ന ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ബാക്കിയായി. അങ്ങനെയാണ് ദുരന്തങ്ങളിൽ ജീവൻ രക്ഷിക്കാനുള്ള പരിശീലനം നേടി രഞ്ജിത്ത് രംഗത്തെത്തുന്നത്. ഉത്തരാഖണ്ഡിലെ മേഘവിസ്ഫോടനം, കേരളത്തിലെ പ്രളയം, കവളപ്പാറയിലെയും ഇടുക്കിയിലെയും ഉരുൾപൊട്ടൽ, തപോവൻ തുരങ്ക ദുരന്തം, ഇങ്ങനെ അനവധി ദുരന്തങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത രഞ്ജിത്ത് ഇസ്രായേൽ ഏവരുടെയും മനസ്സിൽ അഭിമാനം നിറയ്ക്കുന്ന മലയാളിയാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാതെ സ്വന്തം ജീവൻ പണയം വെച്ച് ദുരന്തത്തിലുള്ളവരെ കൈത്താങ്ങുന്ന ഈ മലയാളിയുടെ കഥ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അഭിമാനത്തിന്റെ പൂക്കൾ വിടരും. അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതം. 33 വയസ്സുള്ള രഞ്ജിത്ത് ഇസ്രായേൽ തിരുവനന്തപുരം സ്വദേശിയാണ്. വിതിര ഗൂഗിൾ എസ്റ്റേറ്റിൽ ജോർജ് ജോസഫ്, ഐവ ജോർജ് ദമ്പതികളുടെ മകനാണ് അദ്ദേഹം. ചെറുപ്പത്തിൽ തന്നെ കായിക മേഖലയിൽ താല്പര്യം കാണിച്ച രഞ്ജിത്ത് 3 തവണ ജൂനിയർ മിസ്റ്റർ തിരുവനന്തപുരം പദവി നേടിയിട്ടുണ്ട്. ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ജീവരക്ഷാ സാങ്കേതിക വിദ്യകളിൽ പരിശീലനം നേടിയിട്ടുണ്ട്. മികവർന്ന സേവനത്തിന് അധികൃതർ നൽകിയിട്ടുള്ള അനുമോദന സർട്ടിഫിക്കറ്റുകൾ മാത്രമാണ് ജീവിതത്തിലെ സമ്പാദ്യം. ന്യൂസ് ഡെസ്ക്, ഭാരതഭൂമി.